2 വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ ഇതാ ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് പോവാണ്. ഇവിടുന്ന് നേരെ ഇന്തോനേഷ്യ, പിന്നെ തായ്ലൻഡ്, മലേഷ്യ അങ്ങനെയൊക്കെയാണ് കേട്ടോ പ്ലാൻ ചെയ്തിരിക്കുന്നത്. 30 ദിവസത്തെ ട്രിപ്പാണ്. ഈ പറഞ്ഞ 3 സ്ഥലങ്ങളിൽ വിസ ഓൺ അറൈവൽ ആണ്. ഓരോ കൺട്രീസിലും വിസയ്ക്കൊക്കെ എത്ര കോസ്റ്റ് വരുന്നു എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇവരുടെ വെബ്സൈറ്റിലൊക്കെ കയറി തപ്പിയിരുന്നു. ഇനി ഞങ്ങളുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ ഐറ്റിനറി റെഡിയാക്കലാണ്. എവിടെയൊക്കെ പോകണം, ഇന്ന സമയത്ത് എന്തൊക്കെ ചെയ്യണം, അങ്ങനെയൊക്കെ. ഞങ്ങൾ കാർ റെന്റിൽ എടുക്കണ്ടേ, അപ്പൊ ഇവിടുന്ന് ബുക്ക് ചെയ്തിട്ടല്ല പോണേ, അവിടെ ചെന്നിട്ടാണ് എടുക്കുന്നത്. അപ്പൊ അതിന്റെ കുറച്ച് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ഡീറ്റെയിൽസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എഴുതി അങ്ങനെ സെറ്റാക്കി. ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഏട്ടൻ ഓൺലൈനായിട്ട് ഇന്റർനാഷണൽ ഡ്രൈവിംഗ് ലൈസൻസിന് അപ്ലൈ ചെയ്തിരുന്നു. 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അത് കിട്ടിയിട്ടോ, മെയിലായിട്ടാണ് അയച്ചത്. അങ്ങനെ അത് പ്രിന്റ് ഒക്കെ എടുത്തിട്ട് അതും റെഡിയാക്കി. ഇനി അടുത്തത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രസ്സ് എടുക്കൽ ചടങ്ങാണ്. പാത്തുട്ടിയുടെ എല്ലാ ഡ്രസ്സും ഞാൻ ഓൺലൈനായിട്ടാണ് മേടിച്ചത്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോളുടെ സൈസിലുള്ളതേ ഇവിടെ പുറത്ത് ഷോപ്പിലൊക്കെ കിട്ടാനായിട്ട് ഭയങ്കര പാടാണ്. ഓൺലൈനായിട്ട് മേടിക്കുമ്പോൾ മാത്രമാണ് കേട്ടോ അവൾക്ക് കറക്റ്റ് ആവാറ്. പാത്തുന്റെ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴേ ഒരു സമാധാനം. ട്രിപ്പ് പോണതിന്റെ 2 ദിവസം മുമ്പാണ് എനിക്കും ഏട്ടനും ഡ്രസ്സ് വാങ്ങാനായിട്ട് ഇറങ്ങിയത്. ഏട്ടന് പെട്ടെന്ന് തന്നെ കിട്ടി. എനിക്കാണെങ്കിൽ ഒന്നും ഇഷ്ടമാവണമുണ്ടായിരുന്നില്ല. പിന്നെ സമയവും ഇല്ലല്ലോ കുറെ കടകളിലൊക്കെ കയറി ഇറങ്ങാനായിട്ട്. അപ്പൊ അതിന്റെ ഒരു ടെൻഷനും ഉണ്ടായിരുന്നു. അങ്ങനെ തകൃതിയായിട്ട് ഷോപ്പിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് സുജിത്തിനെയും ശ്വേതനെയും ഋഷിനെയും കണ്ടത്. പാത്തും ഋഷിയും കൂടെ അവിടെ ഓടിച്ചാടി നടന്ന് അവിടെ പൊളിച്ചടക്കായിരുന്നു. എനിക്ക് നല്ല പേടിയുണ്ടായിട്ട് അവരുടെ കയ്യോ കാലോ കൊണ്ടിട്ട് ഏതെങ്കിലും പെർഫ്യൂമോ ലിപ്സ്റ്റിക്കാ എന്തെങ്കിലും വിലപിടിപ്പുള്ള സാധനങ്ങൾ തറയെ വീണ് പൊട്ടുവന്ന് എങ്കിൽ പിന്നെ കുശാലായി. ഞങ്ങളുടെ ഫുൾ ബഡ്ജറ്റ് അങ്ങോട്ട് തെറ്റും. പക്ഷേ ഉണ്ടല്ലോ പിള്ളേര് ഞങ്ങളെക്കാട്ടിലും നല്ല സ്മാർട്ട് ആയതുകൊണ്ട് തന്നെ തുണികളൊക്കെ ഹാങ് ചെയ്തിരിക്കുന്നതിന്റെ ഇടയിൽ കൂടെയാണ് കൂടുതൽ ഓടിയത്. അതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല കേട്ടാ. 2-3 മണിക്കൂർ തപ്പിയിട്ട് എനിക്ക് ആകെ 2 ഡ്രസ്സേ ഇഷ്ടമായുള്ളൂ കേട്ടോ. ആകമാന സങ്കടമായി. നമ്മൾ ട്രിപ്പിനൊക്കെ പോവല്ലേ. ഏട്ടൻ എന്നോട് പറഞ്ഞേ, എടി നമുക്ക് ഇന്തോനേഷ്യയിൽ പോയിട്ട് നല്ല ലാവിഷായിട്ട് അങ്ങോട്ട് ഷോപ്പ് ചെയ്യാന്ന്, അവിടെ കാശ് കുറവല്ലേ, പിന്നെ ഇതിൽ നല്ല സെലക്ഷൻ ഉണ്ടാവും. ഏട്ടന്റെ ആ വാഗ്ദാനത്തിൽ ഞാൻ അങ്ങോട്ട് വീണു. ഉള്ളതും കൊണ്ട് പോവാന്ന് വെച്ചു. അങ്ങനെ ഇതിപ്പോ തലേ ദിവസമാണ് ഞാൻ ബ്യൂട്ടി പാർലറിലൊക്കെ ഒന്ന് പോയി ജടയും കാടൊക്കെ ഒന്ന് വെട്ടി തെളിക്കാന്ന് കരുതി. പിന്നെ ഒന്ന് ത്രെഡും കൂടി ചെയ്യണം. ഈ കാട്ടുമാക്കാർ രൂപമായിട്ട് പുറത്തൊക്കെ പോകാൻ പറ്റുമോ? ഇത് കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് കബോർഡിലത്തെ ഡ്രസ്സൊക്കെ പുറത്തേക്ക് ഇട്ടിട്ട് ഒതുക്കൽ എന്നെ പണി. പാത്തുട്ടിയും കൂടി ബാഗിൽ എടുത്ത് വെക്കുന്നതിന്റെ ഒപ്പം തന്നെ ഞാൻ എന്തൊക്കെയാ ഇല്ലാത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഴുതി വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇന്നൊരു ദിവസം കൂടി ഉള്ള പുറത്ത് പോയി മേടിക്കാനായിട്ട്. 1 മാസത്തേക്കുള്ള ട്രിപ്പ് അല്ലേ, പിന്നെ പല സ്ഥലങ്ങളിലായിട്ട് പോകണമുണ്ടല്ലോ. ആ ട്രാവൽ കുറച്ചും കൂടി ഈസി ആക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചെക്ക്-ഇൻ ബാഗേജ് മേടിച്ചില്ല കേട്ടോ. ഹാൻഡ് ലഗേജ് മാത്രം എടുത്തോണ്ട് പോകാനാണ് വിചാരിക്കണേ. അപ്പൊ ഒരാൾക്ക് 7 കിലോ എന്ന് പറയുമ്പോൾ 3 ആൾക്ക് 21 കിലോ. അത് ധാരാളമല്ലേ. പക്ഷെ ബാഗൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഒരു ബാഗിൽ തന്നെ ഉണ്ടാവും കേട്ടോ 10-12 കിലോ. അതുകൊണ്ട് മിക്കവാറും ഞങ്ങൾ രാത്രി എയർപോർട്ടിൽ എത്തുമ്പോൾ മേടിക്കും എക്സ്ട്രാ ബാഗേജ്. കൂടുതലൊന്നും കേട്ടോ, അത്യാവശ്യ സാധനങ്ങൾ മാത്രമേ മേടിച്ചിട്ടുള്ളൂ. എന്നിട്ട് ഇങ്ങനെ പോണേന്റെ ഒരു 5-6 മണിക്കൂർ മുമ്പ് ഞാൻ പുറത്തൊക്കെ പോയിരുന്നു വിട്ടുപോയ കുറച്ച് സാധനങ്ങൾ മേടിക്കാനായിട്ട്. അതിന്റെ ഒപ്പം തന്നെ ഞാനൊരു ഫേസ് പാക്കും മേടിച്ചിരുന്നു കേട്ടോ. വന്നപ്പോ തന്നെ അത് മുഖത്തിട്ടു. ഭയങ്കര കൂളിംഗ് ആയിരുന്നു. ഞങ്ങൾ ഇതേ 1 മണിക്കൂറിനുള്ളിൽ ഇറങ്ങും. അപ്പോ എല്ലാവർക്കും ഹാപ്പി വിഷു. വിഷുവിന്റെ അന്ന് ഞങ്ങൾ നാട്ടിലുണ്ടാവില്ല. അത് ഭയങ്കര സങ്കടമുള്ള കാര്യമാണ്. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും വിഷുവിന്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഞങ്ങൾ അങ്ങ് ദൂരെ ബാലിയിലിരുന്ന് കാണുന്നതായിരിക്കും. അപ്പൊ ശരി, ബൈ, സീ യു. ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.